രാമചരിതം എന്ന വാക്കും അതേപോലെ രാമായണവുമായി പിന്നീട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള രാമായണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് കഥകളും കാവ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാവ്യമാണ് രാമചരിതം എന്ന് പറയും. അപ്പോൾ ഈ രാമചരിതം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാമായണവുമായിട്ടുള്ള ആ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രാമചരിതം എന്ന വാക്ക് രാമൻ്റെ ആ ഒരു ചരിതം, രാമൻ്റെ ആ ഒരു കഥ, അത് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലാണ്, അതായത് ആ രാമായണത്തിൽ നിന്നും വന്നിട്ടുള്ള, അതിൽ നിന്നും എടുത്തിട്ടുള്ള കഥാംശത്തെ തൻ്റേതായ രീതിയിൽ പറയാനാണ് ശ്രീരാമൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ രാമായണത്തെ ഉപജീവിച്ച് പലതരത്തിലുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് കൃതികളും കാവ്യങ്ങളും രാമായണ കഥയെ ഉപജീവിച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് രാവണനെ വധിച്ച് രാമൻ സീതയെ വീണ്ടെടുക്കുകയും ചെയ്ത ഇതിഹാസ കഥ പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് കാവ്യങ്ങൾക്കും കാവ്യരചനകൾക്കും പ്രചോദനമായി നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിഹാസം, നമ്മുടെ ആ ഒരു ഇതിഹാസത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ രാമചരിതം എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഒന്നാം പടലത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ ഒന്നാം പടലത്തിൽ തന്നെ ഈ കഥയുടെ ഒരു അംശം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്താണ് കവി പറയാൻ പോകുന്നത്, രാമചരിതം എന്ന കൃതിയിലൂടെ എന്താണ് താൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് വളരെ ലളിതമായി ചുരുങ്ങിയ വരികളിലൂടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള രാവണനെ നിഗ്രഹിച്ച രാമൻ്റെ കഥയാണ് താൻ പറയാൻ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന് നല്ല വാക്കുകൾ അരുളി എനിക്ക് അനുഗ്രഹം നൽകണമേ എന്നാണ് ദൈവങ്ങളോടും ഗുരുക്കന്മാരോടും എല്ലാം അദ്ദേഹം അപേക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അവസരത്തിൽ ശ്രീരാമൻ പറയുന്നുണ്ട്, താൻ പറയാൻ പോകുന്ന കഥ എന്താണ്, കഥയുടെ ഉള്ളടക്കം എന്താണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് കാവ്യം തുടങ്ങുന്നത്. രാമൻ രാവണനെ നിഗ്രഹിച്ച ആ കഥ പറയാൻ വേണ്ടിയാണ് താൻ പോകുന്നത്. അപ്പോൾ ആ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ അങ്ങേയറ്റം വിനയത്തോടെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കഥ പറയാൻ പോകുന്നത് കൊണ്ട് തന്നെ ദൈവഭക്തിയും ഒരാരാധനയും ഒരു ഭയഭക്തി ബഹുമാനവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത്തരത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, തുടക്കത്തിൽ തന്നെ ആ കഥയെപ്പറ്റി നമുക്കുള്ളൊരു ഒരവബോധം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കൃതികളെ നമ്മൾ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് രാമായണം എന്നും രാമായണത്തിൻ്റെ കഥ എന്താണ് എന്നതിനെ പറ്റിയുമുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൃതികൾ നമ്മൾ വായിക്കുകയും അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ ചില ഭാഗങ്ങളും ചില കൃതികളുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് രാമായണത്തിൻ്റെ ആ കഥയുടെ സവിശേഷതകൾ എന്താണ്, രാമായണത്തിൻ്റെ ഉള്ളടക്കം എന്താണ്. ഇപ്പോൾ കവി പറയുന്നത് പോലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയും അനന്തരം രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തതാണ് കഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഉൾത്തിരിവുകൾ എന്താണ് എന്നെല്ലാം കഥാപരിസരങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് രാമായണം എന്നതിനെ പറ്റി നമുക്കൊരറിവ് ഉണ്ടായിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹനുമാനെ പറ്റി പറയുന്നുണ്ട്, ഹനുമാൻ എല്ലാവരും സീതയെ അന്വേഷിച്ച് അങ്ങനെ സീതയെ താൻ പോയി കണ്ടുവരാമെന്ന് പറഞ്ഞ് ഹനുമാൻ പോകുന്നു. അങ്ങനെ സീതയെ കാണാൻ പോകുന്ന ഹനുമാൻ, അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന കഥാഗതി രാമായണത്തിൻ്റെ സവിശേഷതയാണ്. അത്തരത്തിലുള്ള കഥാഗതിയെ ഉപജീവിച്ചുകൊണ്ടാണ് രാമചരിതം രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് രാമചരിതത്തെ പറ്റി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും വെച്ചിരിക്കേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് രാമചരിതത്തെ പറ്റി നമുക്ക് പൊതുവായിട്ട് പറയാൻ കഴിയുന്നത്. അതിൻ്റെ പേരും അതേപോലെ അതിൻ്റെ കഥയും ഒക്കെ വെച്ച് നമുക്ക് പൊതുവായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും.